ഹലോ ഓൾ വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വോയിഡ് ആയിട്ടുള്ള അസാധുവായിട്ടുള്ള മാരേജിൽ കുട്ടികൾ ജനിച്ചാൽ ആ കുട്ടികൾക്ക് പാരന്റ്സിന്റെ സ്വത്തുക്കളിൽ അവകാശമുണ്ടോ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്കറിയാം ഒരുപാട് റീസൺസ് ഉണ്ട് ഒരു മാരേജ് വോയിഡ് അസാധുവാവാൻ വേണ്ടിയിട്ട്. അതിൽ ചില കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഒരു മാരേജ് കഴിക്കുകയും അതിനെ തുടർന്ന് മറ്റൊരു മാരേജ് കഴിച്ചു, എന്നാൽ ആദ്യത്തെ മാരേജ് ഡിവോഴ്സ് ചെയ്യാതെയാണ് രണ്ടാമതൊരു മാരേജ് കഴിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതൊരു ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു മാരേജ് ആയിട്ട് കണക്കാക്കപ്പെടുമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെയിൻലി ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അണ്ടർ ഏജ് മാരേജസ് ആണ്, അതായത് മൈനർ മാരേജസ് ഇൻവാലിഡ് അല്ലെങ്കിൽ വോയിഡ് ആയിട്ടുള്ള ഒരു മാരേജ് ആയിട്ട് കണക്കാക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ അധിക മാരേജസും ഓരോ റിലീജിയന്റെ പേഴ്സണൽ ആക്ട് വെച്ചിട്ടാണ് മാരേജസ് സംഭവിക്കാറ്. ഓരോ റിലീജിയനും അതിൻ്റെതായിട്ടുള്ള റിച്വൽസ് പെർഫോം ചെയ്യാറുണ്ട്. ആ റിച്വൽസ് പ്രോപ്പർ ആയിട്ട് പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു മാരേജ് ഇൻവാലിഡ് ആവുമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതേസമയം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് സ്പെഷ്യൽ മാരേജ് ആക്ടിൽ ആപ്ലിക്കബിൾ അല്ല എന്നും കൂടി. ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു മാരേജിൽ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് അവകാശമുണ്ടോ എന്നാണ്. അവകാശമുണ്ട് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. കാരണം ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും ഈ ഒരു കല്യാണം അല്ലെങ്കിൽ ഈ ഒരു മാരേജ് ഇൻവാലിഡ് ആയി വരുന്നത്. അതുകൊണ്ട് തന്നെ അത് കുട്ടികളുടെ റൈറ്റിനെ ബാധിക്കാൻ പാടില്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വാലിഡ് ആയിട്ടുള്ള മാരേജ് ഉണ്ടായ കുട്ടിയും ഇൻവാലിഡ് ആയിട്ടുള്ള മാരേജിൽ ഉണ്ടായ കുട്ടിയായിരുന്നാലും ശരി, അവർക്ക് തുല്യ അവകാശം പാരന്റ്സിന്റെ പ്രോപ്പർട്ടീസിൽ ഉണ്ട് എന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കുന്നതിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.